പിതാവ് പറഞ്ഞു, വാ, ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ, അത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ ഗ്രോട്ടോയിലേക്ക് പോയി. അതായത് അവിടെ പഠിച്ച സെമിനാരിക്കാരുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളാകുക. ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് സെമിനാരിക്കാർ വന്ന് പഠിക്കുന്നു, അവർ വീണ്ടും അവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു. തിരിച്ച് പോകുന്നതിന് മുൻപ് ആ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും, ഞാൻ ഇതുവരെ പഠിച്ചു, പൂർണ്ണമായിട്ടും ഞാൻ നിൻ്റേതാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ചു പോവാണ്. കാരണം ഇനി വരുമോ എന്നറിയില്ല, ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ മരിക്കാമെന്നുള്ള രീതി ഒരു കൺസെപ്റ്റാണ് അതിനുള്ളത്. അപ്പോൾ പിതാവ് അവിടെ വന്നിട്ട് പിതാവ് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പിതാവ് ഇങ്ങനെ സാൽവേ റെജീന എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, സാൽവേ റെജീന ആ ഒരു പാട്ട് ഉറക്കെ, പിതാവിൻ്റെ അറിയാലോ, ഭയങ്കര ഫീബിൾ വോയിസ് ആണെങ്കിലും പിതാവ് മുഴുവൻ ശബ്ദമെടുത്ത് അത് പാടുകയാണ്. പിതാവ് ഓരോ വരി പാടുമ്പോഴും കൈ ഇങ്ങനെ എന്തെങ്കിലും ഇറുക്കി പിടിക്കുന്നുണ്ട്. അത് പിതാവ് ആ പാട്ടിൻ്റെ ഒരു തീക്ഷ്ണതയിലാണ്. പക്ഷെ ആ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം വളരെ വലുതാണ്. കാരണം നമ്മളൊക്കെ സില്ലിയായിട്ടും സിമ്പിളായിട്ടും കാണുന്ന ഒരു കാര്യത്തെ പിതാവ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതിങ്ങനെ ഓർത്തെടുത്ത് പറയുമ്പോൾ പിതാവിനോടും സഭയോടും പരിശുദ്ധ അമ്മയോടും അതുപോലെ തന്നെ തൻ്റെ ദൗത്യത്തോടുമുള്ള ഒരു സ്നേഹം വളരെ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ട് എനിക്ക് തോന്നുകയാണ്.